ഇപ്പോ ഈ മാനസാന്തരം സംഭവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ റെമിഷൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2000-ലെ സുപ്രസിദ്ധമായിട്ടുള്ള ലക്ഷ്മൺ നസ്കർ കേസിലെ വിധിക്ക് വിരുദ്ധമാണ്. അതിനകത്ത് സുപ്രീം കോടതി 5 മാനദണ്ഡങ്ങൾ ഡിക്ലെയർ ചെയ്തിരുന്നു. ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി മാത്രമേ റെമിഷൻ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. 5 മാനദണ്ഡങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, സമൂഹത്തിനെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു ഒഫൻസ് ആണോ, അതോ സമൂഹത്തിനെ ബാധിക്കുന്ന തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ഒഫൻസ് ആണോ. സ്വന്തം ഫാദർ ഇൻ ലോയെ തന്നെയാണ് ഇവർ വാടക കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ട് വധിച്ചത് എന്നാണ് വിധിന്യായത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സമൂഹത്തിന് വളരെ തെറ്റായിട്ടുള്ള സന്ദേശം നൽകുന്ന വാടക കൊലയാളികൾക്ക് വേണ്ടി സ്വന്തം വീട് തുറന്നുകൊടുത്ത് നിയമം സാധാരണ തരത്തിൽ സംരക്ഷിക്കുന്ന ഒരു സീനിയർ സിറ്റിസണിനെ വധിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ക്രൈമാണ്. ഇവിടെ ക്യാൻസർ ബാധിതരായിട്ടുള്ള ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുകയുണ്ടായി. മറ്റ് രോഗപീഠകൾ അനുഭവിക്കുന്ന ടെർമിനൽ സ്റ്റേജിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. അവർക്കൊന്നും തന്നെ നാളെ ഇത്തരത്തിലൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുവാനുള്ള ശേഷിയില്ല. എന്നാൽ ഇവർ വളരെ ചെറിയ പ്രായത്തിൽ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ പ്രായത്തിൽ ഇത്ര ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയും ജയിലുകളിൽ നിരന്തരം പ്രശ്നക്കാരിയായി ജയിലുകൾ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും സംഭവിക്കുകയുണ്ടായി. പിന്നെ 4-മതായിട്ട് ഇങ്ങനെ ഒരാളെ കൂടുതൽ കാലം ജയിലിൽ ഇടുന്നത് കൊണ്ട് കാര്യമില്ലാതെ വരുമോ? അപ്പോൾ അങ്ങനെ ഒരു മാനസാന്തരം വന്നിട്ടുള്ള ആൾ ജയിലിൽ പ്രശ്നം ഉണ്ടാക്കുകയില്ല. മാനസാന്തരം അസച്ച് ഒരു ക്രൈറ്റീരിയൻ അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. പിന്നെ 5-മത്തത് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ. ഈ കുറ്റവാളിയുടെ സാമൂഹിക സാമ്പത്തികമായ സാഹചര്യങ്ങൾ ഇത്രയധികം തവണ പരോൾ അനുവദിക്കപ്പെടുകയും പരിലാളന ജയിലധികാരികളുടെയോ രാഷ്ട്രീയ വൃന്ദത്തിന്റെയോ ഒക്കെ തന്നെ അനുഭവിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അതിനെക്കുറിച്ചുകൂടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളൊന്നും മോശമാകാനുള്ള സാധ്യതയില്ല. പിന്നെ ഞാനും ന്യൂസ് പേപ്പറിൽ വായിക്കുകയുണ്ടായി, ഏതോ ഒരു മന്ത്രിയുടെ പ്രത്യേക ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു മന്ത്രിയുടെ പേര് മറച്ചു വെക്കേണ്ട കാര്യമൊന്നും ഒരു ജനാധിപത്യപരമായ ഒരു ചർച്ചയിലില്ല. മന്ത്രിമാരുൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ എനിക്കറിയില്ല ആരാണ് അങ്ങനെയുള്ള മന്ത്രി എന്ന്. മാത്രമല്ല, സമൂഹത്തിന് അങ്ങനെയുള്ള വ്യക്തിക്ക് ലീനിയൻസ് കാണിച്ചാൽ സമൂഹത്തിന് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശവുമാണ് കൊടുക്കുന്നത്. ഇവർ ഇനിയും ഇങ്ങനെയുള്ള ഒഫൻസസ് കമ്മിറ്റ് ചെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. whether there is any chance of future recurrence of committing crime. ഇവിടെ തന്നെ ചർച്ചയിൽ വ്യക്തമാക്കപ്പെടുകയുണ്ടായി, നിരന്തരമായി ജയിലുകളിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന വ്യക്തിയാണ്. അപ്പൊ ജയിലിൽ പോലും നല്ല നടപ്പ് സാധ്യമല്ലായിരുന്ന ഒരു വ്യക്തി